വെൽക്കം ബാക്ക് ടു CS ചാപ്റ്റേഴ്സ്. നമ്മളിവിടെ നോക്കുന്നത് S3 CS-യുടെ ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി സ്റ്റാക്ക് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാക്ക് എന്താണെന്ന് കണ്ടിട്ടില്ലാത്തവർ കഴിഞ്ഞ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അതൊന്ന് പോയി കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോസിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇനി സ്റ്റാക്കിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ, എവല്യൂഷൻ ഓഫ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിൻ്റെ എവല്യൂഷനാണ് ഫസ്റ്റ് വൺ. അപ്പോൾ ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഓപ്പറൻസ് ഉണ്ടാവും, ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ്, പ്ലസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സ്ലാഷ്, പെർസെൻറ്റേജ്, അതൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി എവല്യൂഷൻ ഓഫ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, ഇതാണ് നമ്മുടെ ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിഫിക്കൽട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് സ്കാനിങ് ഓഫ് ദി ഇൻപുട്ട് എക്സ്പ്രഷൻ ടു ദ ഇവാലുവേറ്റ്. അതായത് നമ്മളിപ്പോൾ സെയിം നമ്പർ തന്നെ ഒന്നുകൂടെ വരുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ. അതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിവൺ എക്സ്പ്രഷൻ ഒരു സ്പെഷ്യൽ നൊട്ടേഷൻ വെച്ചിട്ട് കൺവേർഷൻ ചെയ്യാം. അതിന് ശേഷം ആ കൺവേർട്ടഡ് എക്സ്പ്രഷന് സ്റ്റാക്ക് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷന് വേണ്ടി നൊട്ടേഷൻസ് ആണ്. ഫസ്റ്റ് വൺ ആണ് ഇൻഫിക്സ് എക്സ്പ്രഷൻ. എന്താണ് ഇൻഫിക്സ് എക്സ്പ്രഷൻ? അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്പറൻറ്റ് 1, ഓപ്പറേറ്റർ, ഓപ്പറൻറ്റ് 2, അങ്ങനെയായിരിക്കും ഇൻഫിക്സ് എക്സ്പ്രഷൻ ഉണ്ടാവുക. എങ്ങനെയാണ്? ഓപ്പറൻറ്റ് 1, ഓപ്പറേറ്റർ, ഓപ്പറൻറ്റ് 2. അതായത് ഇപ്പോൾ A പ്ലസ് B, A എന്ന് പറയുന്ന ഓപ്പറൻറ്റ് 1 ആണ്, പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്, B എന്ന് പറയുന്ന ഓപ്പറൻറ്റാണ്, സെക്കൻഡ് ഓപ്പറൻറ്റാണ്. ഓക്കെ, ഇതാണ് ഇൻഫിക്സ് എക്സ്പ്രഷൻ. ഇനി പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറൻറ്റ് 1, ഓപ്പറൻറ്റ് 2, ഓപ്പറേറ്റർ. ഓക്കെ, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ തന്നെ റിവേഴ്സ് പോളിഷ് എക്സ്പ്രഷൻ എന്നും കൂടെ പറയും. ഓക്കെ, AB പ്ലസ്, അതായത് ഫസ്റ്റ് ഓപ്പറൻറ്റ് A, സെക്കൻഡ് ഓപ്പറൻറ്റ് B, ഓപ്പറേറ്റർ പ്ലസ്, അത് ഓപ്പറേറ്റർ ഇവിടെ ലാസ്റ്റ് ആയിരിക്കും. അതാണ് പോസ്റ്റ് ഫിക്സ് എന്ന് പറയുന്നത്. ഇനി പ്രിഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ, ഓപ്പറൻറ്റ് 1, ഓപ്പറൻറ്റ് 2. അപ്പോൾ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ്, ഓപ്പറൻറ്റ് 1 എന്ന് പറഞ്ഞാൽ A, ഓപ്പറൻറ്റ് 2 എന്ന് പറയുന്നത് B. അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിളാണ് പ്ലസ് A സ്റ്റാർ B C. ഇവിടെ പ്ലസും ഒരു ഓപ്പറേറ്ററാണ്, സ്റ്റാറും ഒരു ഓപ്പറേറ്ററാണ്. സോ പ്ലസ് A സ്റ്റാർ B C. ബിയും സിയും തമ്മിൽ നടക്കേണ്ട ഓപ്പറേഷനാണ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് സ്റ്റാർ. അത് നമ്മൾ ഫ്രണ്ടിലോട്ട് കൊടുത്തു. പിന്നെ ആ വാല്യൂവും എയും തമ്മിൽ നടക്കേണ്ടത് പ്ലസ് ആണ്, സോ ആ വാല്യൂ നമ്മൾ ഫ്രണ്ടിലോട്ട് കൊടുത്തു. അതാണ് പ്രിഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് കൺവേർഷൻസ് നടത്താൻ നോക്കാം. കൺവേർഷൻസ് നടത്തുന്നത് ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സിലോട്ടും ഇൻഫിക്സിനെ പ്രിഫിക്സിലോട്ടുമാണ് കൺവേർഷൻസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഫുള്ളി പാരന്തൈസസ് ദ ഇൻഫിക്സ് എക്സ്പ്രഷൻ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻഫിക്സ് എക്സ്പ്രഷനെ ഫുള്ളി പാരന്തൈസൈസ് ചെയ്യണം. എന്നിട്ട് ആ ഓപ്പറേറ്റേഴ്സിനെയൊക്കെ മൂവ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുക. കറസ്പോണ്ടിങ് റൈറ്റ് പാരന്തസിസ് വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം എല്ലാ പാരന്തസിസും കൂടെ റിമൂവ് ചെയ്യുക. ഇങ്ങനെയാണ് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇനി ഇൻഫിക്സ് ടു പ്രിഫിക്സ് എങ്ങനെയാണ് ചെയ്യുക? അതേപോലെ തന്നെ ഇൻഫിക്സ് എക്സ്പ്രഷനെ ഫുള്ളി പാരന്തസൈസ് ചെയ്യുക. അതിനുശേഷം കറസ്പോണ്ടിങ് ലെഫ്റ്റ് പാരന്തസിസിനെ റീപ്ലേസ് ചെയ്യുക, എന്നിട്ട് പാരന്തസിനെ റിമൂവ്. മറ്റേത് എങ്ങനെയായിരുന്നു? റൈറ്റ് പാരന്തസിസിനെ ആയിരുന്നു നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രിഫിക്സിലോട്ടാകുമ്പോൾ ലെഫ്റ്റിലോട്ട്. ഇനിയിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഇൻപുട്ടായിട്ട് A പ്ലസ് B റേസ് ടു C മൈനസ് D സ്റ്റാർ E മൈനസ് A സ്ലാഷ് C. ഓക്കെ, ഇതാണ്. ഇതിപ്പോൾ നോക്കുക, ഇത് ഫുള്ളി പാരന്തൈസസ്ഡ് എക്സ്പ്രഷനാണ്. കാരണം എല്ലാം എന്താ പറയുക, ഒരു ഓപ്പൺ ബ്രാക്കറ്റിനകത്താണ് അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്ലസിന് റൈറ്റിലോട്ട് കൊണ്ടുവരിക. അതുപോലെ ഓപ്പറേറ്റേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്പറേറ്റർ ഏതാ? പ്ലസിനെ റൈറ്റിലോട്ട് കൊണ്ടുവന്നു. പിന്നെ റേസ് ടു ആണ്, അതിനെ സീൻ്റെ റൈറ്റിലോട്ട് കൊണ്ടുവന്നു. മൈനസിനെ ഡീൻ്റെ റൈറ്റിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഏതാണോ ആ വാല്യൂ അതിൻ്റെ റൈറ്റിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോൾ എൻ്റെ അടുത്തുള്ള പ്ലസ് ആണെങ്കിൽ നമ്മൾ എൻ്റെ റൈറ്റിലോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ സീൻ്റെ ഫ്രണ്ടിലുള്ള എന്താണ് എക്സ്പോണൻ്റ് ആണ്, അതിനെ നമ്മൾ സിയുടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. അതുപോലെ ഇപ്പോൾ അപ്പുറത്തെ, അതായത് നെക്സ്റ്റ് എക്സാമ്പിളായ സ്റ്റാർ E മൈനസ് A സ്ലാഷ് C എന്ന് പറയുമ്പോൾ ആ മൈനസ് എന്താ? ഈൻ്റെ
റൈറ്റ് സൈഡിലോട്ട് പോവുക. പിന്നെ A/C എന്ന് പറയുമ്പോൾ ആ സ്ലാഷ് എന്ത് ചെയ്യണം, സിയുടെ റൈറ്റിലോട്ട് വരിക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, A ബ്രാക്കറ്റ് BC റേസ് ടു D മൈനസ് പ്ലസ് E ബ്രാക്കറ്റ് AC സ്ലാഷ് മൈനസ് ആ ഒരു സ്റ്റാർ ഉണ്ടല്ലോ, ആ സ്റ്റാർ ഇവിടെ ഉണ്ടായിരുന്ന സാധനം പിന്നെയും റൈറ്റിലോട്ട് പോയിട്ട് ഏറ്റവും ലാസ്റ്റിൽ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്പറേറ്റേഴ്സൊക്കെ എന്ത് ചെയ്തു, ഒരു സൈഡിലേക്ക് മൂവ് ചെയ്തു, അല്ലെങ്കിൽ റൈറ്റ് പാരന്തസിസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ പാരന്തസിസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ പാരന്തസിസ് ഒക്കെ എടുത്ത് കളഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും, ABC റേസ് ടു D മൈനസ് പ്ലസ് EAC സ്ലാഷ് മൈനസ് സ്റ്റാർ. ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഓപ്പറേറ്ററിന് എന്ത് ചെയ്യണം, ഓക്കെ, നമ്മുടെ അടുത്തുള്ള ഓപ്പറേറ്ററിന് എന്ത് ചെയ്യണം, അതിൻ്റെ റൈറ്റ് സൈഡ് കൊണ്ട് വെക്കണം. ഓക്കെ, അപ്പോൾ B/C ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ റേസ് ടുവിനെ സിയുടെ റൈറ്റിൽ കൊണ്ട് വെക്കണം. ഓക്കെ, അപ്പോൾ A+B ഒരു ടേം ഇൻറ്റു ഒരു ടേം ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ രണ്ട് ടേമിൻ്റെയും റൈറ്റിലോട്ട് വേണം നമ്മൾ കൊണ്ടുവയ്ക്കാൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആദ്യം നമ്മൾ ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആ സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് ചെയ്തു, ആ എയുടെ അടുത്തുണ്ടായിരുന്ന പ്ലസിന് നമ്മൾ എൻ്റെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു. B/C അടുത്തുണ്ടായിരുന്ന സാധനത്തിന് നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു. E മൈനസ് A/C എന്നായിരുന്നല്ലോ, അതിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു. A/C എന്നുണ്ടായിരുന്ന സാധനത്തിന് എൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം ഓപ്പറേറ്റേഴ്സിനെ. അതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൺവേർഷൻ ബിറ്റ്വീൻ എക്സ്പ്രഷൻ ഇൻ ബോത്ത് പ്രിഫിക്സ് ആൻഡ് പോസ്റ്റ് ഫിക്സ് ഇക്വാലൻസ് ഓഫ് ആൻ ഇൻഫിക്സ് എക്സ്പ്രഷൻ ദ വേരിയബിൾസ് ആർ ഇൻ ദ സെയിം റിലേറ്റീവ് പൊസിഷൻ. ഇപ്പോൾ നമ്മൾ പ്രിഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്താലും പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്താലും ഒരു എക്സ്പ്രഷൻ്റെ വേരിയബിൾസ് എന്ന് പറയുന്നത് ആ സെയിം റിലേറ്റീവ് പൊസിഷനിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി പ്രിഫിക്സിലും പോസ്റ്റ് ഫിക്സിലും ഉള്ള എക്സ്പ്രഷൻസ് പറയുന്നത് പാരന്തസിസ് ഫ്രീ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നോ, പാരന്തസിസ് ഫ്രീ ആയിരിക്കും പ്രിഫിക്സിലും പോസ്റ്റ് ഫിക്സിലും ഉണ്ടാവുമ്പോൾ. ഓക്കെ, ഇനി ഓപ്പറേറ്റേഴ്സൊക്കെ എന്ത് ചെയ്യണം, ഒരു റൂൾ ഓഫ് പ്രസിഡൻസി ഉണ്ട്, അതിൻ്റെ അണ്ടറിലായിരിക്കണം അവരൊക്കെ ഓപ്പറേറ്റേഴ്സൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അത് സെയിം റിലേറ്റീവ് പൊസിഷനിലായിരിക്കണം, പാരന്തസിസ് ഫ്രീ ആയിരിക്കണം, അത് ഓപ്പറേറ്റേഴ്സൊക്കെ ഒരു റൂൾ ഓഫ് പ്രസിഡൻസ് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇൻഫിക്സിൽ നമ്മൾ പറഞ്ഞു പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ അതേ സ്റ്റെപ്സിനെ ജസ്റ്റ് ഒന്ന് എഴുതുക, അത്രേ ഉള്ളൂ. അസ്യൂം വി ആർ ഡീലിംഗ് വിത്ത് സിമ്പിൾ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് വിത്ത് ബൈനറി ഓപ്പറേറ്റേഴ്സ് പ്ലസ് മൈനസ്, അതൊക്കെ അപ്പൻഡ് ആസ് ദ ഓപ്പൺ ബ്രാക്കറ്റ് as the delimiter at the end of infix expression, initialize the stack with open bracket. Iterative step, read one input symbol at a time and decide whether it has been pushed onto the stack. It is decided by the ICP, the incoming priority, and ISP, in stack priority value of the symbols. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു, അതിന് സ്റ്റാക്കിലോട്ടാണ് പോവാന്നൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എ സിമ്പിൾ വിൽ ബി പുഷ്ഡ് ഓൺ ടു സ്റ്റാക്ക് ഇഫ് ഇറ്റ് ഇസ് ഇൻകമ്മിങ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഇൻ സ്റ്റാക്ക് പ്രയോറിറ്റി ഓഫ് ദ ടോപ്പ്. ഓക്കെ, ഇപ്പം നമ്മളൊരു വാല്യൂ സ്റ്റാക്കിലോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിമ്പിൾ നമ്മൾ സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻകമ്മിങ് വാല്യൂ എന്ന് പറയുന്നത് ഇൻ സ്റ്റാക്ക് പ്രയോറിറ്റി വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, ടോപ്പ് മോസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻകമ്മിങ് വാല്യൂ എന്ന് പറയുന്നത് ഇൻ സ്റ്റാക്ക് പ്രയോറിറ്റീനേക്കാളും കൂടുതലായിരിക്കണം. പോപ്പ് ചെയ്യണമെങ്കിൽ ഇൻ സ്റ്റാക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻകമ്മിങ് പ്രയോറിറ്റി ആയിരിക്കണം. ഓക്കെ, ഇതാണ് രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ എന്ന് തന്നെ പറഞ്ഞ് കൊടുത്തിരിക്കണം, റീഡ് സിമ്പിൾ ഫോം ഫ്രം എ ഗിവൺ ഇൻഫിക്സ് എക്സ്പ്രഷൻ, ദിസ് വിൽ റീഡ് ദ നെക്സ്റ്റ് സിമ്പിൾ റീഡ് ചെയ്യാനാണ് നമ്മൾ റീഡ് സിമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ISPX എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാക്ക് പ്രയോറിറ്റി വാല്യൂ ഫോർ എ സിമ്പിൾ എക്സ്. ICPX പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകമ്മിങ് പ്രയോറിറ്റി വാല്യൂ ഫോർ എ സിമ്പിൾ എക്സ്. ഔട്ട്പുട്ട് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് എക്സ്പ്രഷൻ ആണ് അതിൽ ഉണ്ടാവുക. ഓക്കെ,